ഡിജോ ജോസ് ആൻ്റണി ഇദ്ദേഹത്തിൻ്റെ മുൻപത്തെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂൻ നല്ല രീതിയിൽ തിയേറ്ററിൽ ഓടിയ നല്ലൊരു കമേഴ്ഷ്യൽ എൻ്റർടൈനർ മൂവിയായിരുന്നു. അതേപോലെ തന്നെ ജനഗണമന അത് പൃഥ്വിരാജിനെ വെച്ചിട്ട് നല്ല രീതിയിലുള്ള ഒരു എൻ്റർടൈനർ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റിയ ഒരു പടവും കൂടെയാണ്. അങ്ങനെയുള്ള ഒരു പ്രൂവൺ ഡയറക്ടറുടെ മൂന്നാമത്തെ പടമായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ. മലയാളി ഫ്രം ഇന്ത്യക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷം നിവിൻ പോളിൻ്റേതായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ഹ്യൂമർ അടങ്ങിയിട്ടുള്ള ഒരു പടം വരുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയോടെ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. ഇന്നലെയാണ് പോയി കണ്ടത്. പടത്തെക്കുറിച്ച് ഒരു വേർഡിക്റ്റ് പറയുകയാണെങ്കിൽ ഒരു ബിലോ ആവറേജ് മൂവി എന്നുള്ള രീതിയിൽ മാത്രം ഇതിനെ കണക്കാക്കേണ്ടി വരും. മെയിനായിട്ടുള്ള ഈ പടത്തിലുള്ള ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലാഗാണ്. പടം നമ്മൾ ഈ തമിഴ് പടത്തിൽ ഇപ്പം അടുത്ത കാലത്ത് കണ്ടുവന്നിട്ട് വരുന്നുകൊണ്ടിരിക്കുന്ന പാസത്തെ ആ ഒരു ഇമോഷനെ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന രീതിയിലുള്ള പാസത്തെ അത് വേറെ രീതിയിൽ മലയാളവൽക്കരിക്കുക അല്ലെങ്കിൽ കേരളവൽക്കരിക്കുക ആ രീതിയിലുള്ള ഒരു അറ്റംപ്റ്റാണ് ഈ പടത്തിൽ നടന്നിട്ടുള്ളത്. അത് എത്രമാത്രം നമുക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് അത് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റും അല്ലെങ്കിൽ ഉൾക്കൊള്ളിപ്പിക്കാൻ ഈ ഡയറക്ടർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെങ്കിൽ കഴിഞ്ഞോ എന്നുള്ളതാണ് ഈ പടത്തിലെ ചോദ്യം. ബേസിക്കലി ഈ പടം ഒരു പൊളിറ്റിക്കൽ സാറ്റയർ മൂവിയാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കോമഡി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നിവിൻ പോളിൻ്റെ ക്യാരക്ടർ, നിവിൻ പോളി ഗോപി എന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. ആ ഒരു ഗ്രാമത്തിലെ, കണ്ണൂരിലെ ഗ്രാമത്തിലെ ഒരു സംഘപരിവാർ നേതാവ്, ആ രീതിയിലാണ് അദ്ദേഹത്തിനെ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകൾ അത് എത്രമാത്രം കമ്മ്യൂണിസ്റ്റ് ആശയത്തിനെതിരാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ, അതായത് നിവിൻ പോളിയുടെ അമ്മ എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ്, അദ്ദേഹത്തിൻ്റെ അച്ഛനും കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അപ്പോൾ അവരുടെ മകനായിട്ടുള്ള ഗോപി എന്ന നിവിൻ പോളി ഇതിൽ നിന്ന് വ്യതിചലിച്ച് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിട്ട് അഭിനയിക്കുന്നത് നമ്മളുടെ ധ്യാൻ ശ്രീനിവാസനാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും സെറ്റാണ്. ഇവർ രണ്ടുപേരും ഒരു ആൻറ്റി കമ്മ്യൂണിസ്റ്റ്, ഒരു സംഘപരിവാർ, ഒരു അജണ്ട ഉള്ള ഒരാൾ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പോൾ ഇവരുടേതായിട്ടുള്ള ചുറ്റുപാടുകളായിട്ട് പോകുന്നു. പ്രത്യേകിച്ച് ജോലി കാര്യങ്ങളൊന്നും ചെയ്യാതെ എങ്ങനെ കേരളത്തിൽ ഈ നിയമസഭാ ഇലക്ഷനിൽ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യാമെന്നുള്ള രീതിയിൽ പ്രതീക്ഷിച്ച് അതിനുള്ള ആക്ടിവിറ്റിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർ, അത്യന്തം ഓവറായിട്ടുള്ള ദേശഭക്തി കാണിക്കുന്ന രീതിയിലുള്ള ആൾക്കാർ, അങ്ങനെ നല്ല രീതിയിൽ കോമഡി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തുള്ള ഓരോ സീനുകളുണ്ട്. ഇപ്പോൾ പറഞ്ഞ് തോൽക്കുന്ന സമയത്ത് നീ ഇവിടെ നിൽക്കണ്ട പാകിസ്ഥാനിൽ പോകാമെന്ന് പറയുന്ന കുറച്ച് കോമഡി സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോയിൽ എത്രമാത്രം അപ്ലിക്കബിൾ ആണെന്നുള്ള കാര്യം നമുക്ക് കാണിച്ചു തരുന്ന രീതിയിലൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഡയറക്ടർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കോമഡികളൊക്കെ കൈകാര്യം ചെയ്ത് എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ അവിചാരിതമായിട്ട് ഒരു ക്രൈമിൽ ഉൾപ്പെടുന്നു. ആര്? നിവിൻ പോളി. അത് ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു ചെയ്തി കൊണ്ട്, ഒരു പെട്രോൾ ബോംബ് എറിയുന്ന ഒരു ചെയ്തി കൊണ്ട് ഇതിൻ്റെ പുറകിലുള്ള, ഇതിൻ്റെ കൂടെ ധ്യാൻ്റെ കൂടെ വന്നുപോയ നിവിൻ പോളിയും കൂടെ പെട്ടുപോകുന്നു. നിവിൻ പോളി നിക്കക്കള്ളിയില്ലാതെ നാട് വിട്ടു പോകുന്നു. അതായത് ഇന്ത്യ വിട്ടു പോകുന്നു, ഗൾഫിൽ ദുബായിലെത്തുന്നു. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് പടത്തിൽ ഈ ഒരു പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ ആണ് ഇതിനകത്ത് കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്ത് കാണിക്കുന്നതെങ്കിൽ, അത് കോമഡിയുടെ രൂപത്തിലൊക്കെ കുറേ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, സെക്കൻഡ് ഹാഫ് മുതൽക്ക് അങ്ങോട്ടേക്ക് പടത്തിൽ വേറെ ഒരു രീതിയിലാണ് പോകുന്നത്. അതായത് ഇയാൾ ചെന്നുപെടുന്ന ഒരു സ്ഥലത്ത് ഒരു മെയിനായിട്ടുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാകിസ്ഥാൻകാരനാണ്. അപ്പോൾ ഈ പാകിസ്ഥാൻകാരൻ അല്ലെങ്കിൽ പാകിസ്ഥാൻകാരോട് ഇന്ത്യക്കാരോടുള്ള ആറ്റിറ്റ്യൂഡ്, ഇത് പണ്ട് മുതലേ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് പാകിസ്ഥാൻകാരെന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഇത് നമ്മളെയും തോന്നിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഗോപിയുടെ മനസ്സിൽ സാധാരണ രീതിയിലുള്ള ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ മനസ്സിലുള്ള ഒരു പ്രജുഡൈസ്ഡ് ആയിട്ടുള്ള ഒരു മുൻവിധിയോടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതായത് പാകിസ്ഥാൻകാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുഷ്ടന്മാരാണ്, ക്രൂരന്മാരാണ്, പിന്നെ കണ്ണു ചോരല്ലാത്തവരാണ് എന്നുള്ള രീതിയിലുള്ള റഫായിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണെന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതിയാണ് നമുക്ക് പണ്ട് മുതലേ, നമ്മളെ കുട്ടിക്കാലം മുതലേ നമ്മൾ കേട്ടും അറിഞ്ഞും വളർന്നു വരുന്നത്. നമുക്ക് ശരിക്കുള്ള കാര്യങ്ങൾ നടക്കുന്നത് അറിയുന്നില്ല. പക്ഷേ ഇവരെത്രമാത്രം നല്ലവരാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു പരിധി വരെ അത് പടത്തിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ മെയിനായിട്ടുള്ള അതിൽ ഇമോഷൻസ് കാണിക്കുന്ന കുറേ സീനുകൾ വലിച്ചു നീട്ടൽ മാത്രമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വെറുതെ ലെങ്ത് കൂട്ടാനായിട്ട് സിനിമയിൽ എന്തൊക്കെയോ കാണിക്കണമല്ലോ എന്നുള്ള രീതിയിൽ ചെയ്തു കൂട്ടുന്ന കുറച്ച് സീനുകൾ മാത്രമാണുള്ളത്. വളരെ
അപൂർവമായിട്ട് അവിടെയും ഇവിടെയും കുറച്ച് നിവിനിസം കാണാൻ പാകത്തിലുള്ള കുറച്ച് കോമഡികളൊക്കെ ഉണ്ട് എന്നല്ലാതെ പടത്തിൻ്റെ ഓവറോൾ ഒരു ഔട്ട്പുട്ട് നമുക്ക് വളരെ ഒരു ലോ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. വളരെ ലോ പെർഫോമൻസ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, അതേപോലെ ഒരു കെട്ടുറപ്പില്ലാത്ത തിരക്കഥ, വളരെയധികം അതിശയോക്തി കെട്ടി വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, കാര്യങ്ങളൊന്നും അത്രക്ക് നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നുള്ള ഇത് തോന്നുന്നില്ല. അപ്പൊ ഈ ഒരു തിരക്കഥയുടെ കെട്ടുറപ്പില്ലായ്മ, അതേപോലെ തന്നെ ഇത് മേക്ക് ചെയ്ത രീതി, അതൊക്കെ വളരെ ശോകമാണെന്നുള്ളത് മനസ്സിലാവും സെക്കൻഡ് ഹാഫ് നമുക്ക് കാണുമ്പോഴേക്ക്. നമ്മൾ പ്രതീക്ഷിച്ച ഒരു കോമഡി, മുഴുനീള കോമഡി പടമല്ല നമുക്ക് ഇതിന് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. കാരണം ഫസ്റ്റ് ഹാഫിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ കോമഡി ചെയ്ത് വെച്ചെങ്കിലും സ്റ്റിൽ അത് കുറച്ച് അത്ര അങ്ങോട്ട് ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല. സെക്കൻഡ് ഹാഫിൽ ഇവർ ചെയ്യാൻ ശ്രമിച്ച അല്ലെങ്കിൽ ചെയ്തു വെച്ച ഈ ഒരു പാസം എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ ഒരു പ്ലെയിൻ ആയിട്ട് അല്ലെങ്കിൽ ബ്ലാൻഡ് ആയിട്ട് അതങ്ങോട്ട് ചെയ്തു പോയി എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് എന്തോ അത് ഒരു നിവിൻ പോളി പടത്തിൽ, നിവിൻ പോളിയുടെ പടങ്ങളൊക്കെ നമുക്ക് മുമ്പ് അറിയുന്ന, ജേക്കബിന്റെ സ്വർഗരാജ്യം പോലുള്ള പടങ്ങളൊക്കെ അറിയുന്നതാണ്. നല്ല രീതിയിൽ കോമഡി പെർഫോം ചെയ്യാൻ പറ്റുന്ന ആളാണ്. ഇപ്പോൾ വന്നിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള പടത്തിന്റെ ഒരേ ഒരു നിലനിൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ നിവിൻ പോളിയുടെ നല്ല ടൈമിങ്ങിലുള്ള കോമഡികളാണ്. പക്ഷെ ഈ പടത്തിൽ അദ്ദേഹത്തിന്റെ കോമഡി കൈകാര്യം ചെയ്യലൊക്കെ അദ്ദേഹത്തിന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം തിരക്കഥയുടെ കെട്ടുറപ്പില്ലായ്മ വളരെ അധികം അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബോഡീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് തടി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പടത്തിലൊക്കെ ഓടുന്ന കുറെ സീനുകളുണ്ട്. അപ്പൊ അതൊക്കെ ഓടാനൊന്നും അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹം ശരിക്കും ക്ഷീണിച്ചു പോവാണ്, കിതച്ചു പോവാണ്. ഓടുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഫിറ്റ്നസ് ഒക്കെ കുറച്ചൊക്കെ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പടത്തില് കുറച്ചൊക്കെ ബോഡി നോക്കണ്ടേ എന്നുള്ള ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ഇങ്ങനെ ചീർത്ത് വരിക എന്നുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നായക നടന് എത്രമാത്രം യോജിച്ച കാര്യങ്ങളാണെന്നുള്ള കാര്യം അറിയില്ല. ഒരിക്കലും ഇതൊരു ബോഡി ഷേമിംഗ് ആയിട്ട് കാണരുത്. പക്ഷേ നമുക്ക് ഈ ഒരു പടത്തിലെ ഈ ക്യാരക്ടറിന് ഡിമാൻഡ് ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു ഒരു ഫിറ്റ്നസ് ആണ്, നല്ല ഒരു ഫിറ്റ് ആയിട്ടുള്ള ഒരു ശരീരമാണ്. കാരണം അതിനകത്തുള്ള സെക്കൻഡ് ഹാഫിലുള്ള കുറച്ച് സീനുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാൻകാരനെ അടിച്ചിടുന്ന അല്ലെങ്കിൽ തല്ലി തോൽപ്പിക്കുന്ന ഗുണ്ടകളെ വരെ നിവിൻ പോളി അടിച്ച് നിലംപരശാക്കുന്ന സീനുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു സീനുകളിലൊക്കെ അഭിനയിക്കണമെങ്കിൽ അത് നമുക്ക് കുറച്ചും കൂടെ വിശ്വസനീയത തോന്നണം. അത് തോന്നണമെങ്കിൽ നല്ല ഫിറ്റ് ആയിട്ട് ഇരിക്കേണ്ടത് നിർബന്ധമാണ്. പക്ഷെ അങ്ങനെ ഒട്ടും ഫിറ്റ് അല്ലാത്ത രീതിയിലുള്ള ഒരു ഫിസിക്ക് വെച്ചിട്ടാണ് നിവിൻ പോളി പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഒരു നെഗറ്റീവായിട്ടുള്ള എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ സീനുകളിൽ നമുക്ക് അത്ര അങ്ങോട്ട് വിശ്വസനീയത വരൂല. അതേപോലെ തന്നെ ഇതിന്റെ ക്ലൈമാക്സ് സീനോട് അനുബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പണ്ട് സൽമാൻ ഖാന്റെ ബജ്രംഗി ഭായ്ജാൻ എന്ന് പറഞ്ഞ പടത്തിൽ കണ്ട പോലെ തന്നെ പാകിസ്ഥാനിലേക്ക് ചെന്നുപെടുന്നതും അപ്പൊ അവിടെ ഉള്ള കുറച്ച് സംഭവ വികാസങ്ങളൊക്കെയാണ്. അപ്പൊ അതൊക്കെ ഒരു ക്ലീഷേ നമ്മൾ ഓൾറെഡി കണ്ടു മറന്ന കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അത് നമുക്ക് ഒരു അത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എടുക്കാമായിരുന്നു എന്നുള്ള ഒരു രീതിയിലുള്ള ഒപ്പീനിയനാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ പടത്തിന്റെ ഒരു ഓവറോൾ ഇതിന്റെ ഒരു ഔട്ട്പുട്ട് പ്രതീക്ഷ അത്ര ഒട്ടും വന്നിട്ടില്ല. കോമഡി എവിടെയൊക്കെ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചിട്ട് കുറേയൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഈ പുട്ടിന് പീര പോലെ ഇടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ അവന് മെനക്കെട്ടിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കിട്ടുന്ന ആ കോമഡിയുടെ ആ ഒരു ഔട്ട്പുട്ട് എത്രയാണോ അതിൻ്റെ 7 പോലും വരുന്നില്ല സെക്കൻഡ് ഹാഫിൽ കോമഡി ചെയ്യാനായിട്ട് കുറേ ചെയ്തു കൂട്ടുക എന്നല്ലാതെ അതൊന്നും നമുക്ക് ഈ പ്രേക്ഷകർക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ നിവിൻ പോളിയുടെ പാസം സീനുകളാണെങ്കിലും ശരി, ഈ ഒരു പാകിസ്ഥാൻകാരൻ്റെ പാസം സീനുകളാണെങ്കിലും ശരി, അവരുടെ ഫാമിലിയുടെ പാസം സീനുകളാണെങ്കിലും ശരി, പാസം സീനുകൾ മീൻസ് ഈ ഇമോഷണൽ സീനുകളൊക്കെ ഒട്ടും പ്രേക്ഷകനായിട്ട് ഒരു കുളത്തിപ്പിടിക്കുന്ന രീതിയിലുള്ള ഒറ്റ സീനുകൾ പോലും ഉള്ള മാതിരി തോന്നുന്നില്ല. എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിന്റെ ഗ്രാഫിന് ഒരുപാട് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡിജോ ജോസ് ആന്റണിനെ പോലെയുള്ള ഒരു പ്രൂവൺ ഡയറക്ടർ ഇടന്ന് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു മേക്കിംഗ് എക്സ്പെക്ട് ചെയ്തില്ല. കാരണം കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ഒരു അവതരണം അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ സറ്റയർ മൂവിയാണ് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം ഓൾറെഡി ജനഗണമനൊക്കെ ചെയ്തു വെച്ചതാണ്. ഈ രീതിയിലുള്ള കുറച്ചും കൂടെ ഒക്കെ ഒരു ഗ്രാഫ് ഉയർന്ന രീതിയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാറ്റർ കയ്യിൽ കിട്ടിയിട്ടും അത് പറഞ്ഞു വെക്കാൻ അല്ലെങ്കിൽ സ്ക്രീനിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് ഒട്ടും കഴിഞ്ഞിട്ടില്ല. ഈ പടത്തിൻ്റെ ഒരു സ്കോർ പറയുകയാണെങ്കിൽ ഒരു ബിലോ ആവറേജ് മൂവിയാണെങ്കിൽ ഒരു 4 ഔട്ട് ഓഫ് 10 മാത്രത്തിന് നമുക്ക് സ്കോർ കൊടുക്കാൻ പറ്റുള്ളൂ. തിയേറ്ററിൽ പോയിട്ട് കാണാൻ പാകത്തിലുള്ള ഒരു പടമായിട്ടൊന്നും തോന്നുന്നില്ല.
ഒരു വൺ ടൈം വാച്ചബിൾ ഫ്രം ടി വി ഓർ ഒ ടി ടി ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ചാനലിലൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒ ടി ടിയിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് പോയി കാണേണ്ടതേ ഉള്ളൂ. ഇത് തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ പടത്തിൻ്റെ ഓവറോൾ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിലോ ആവറേജ് ദൃശ്യാനുഭവം മാത്രമാണ്.